കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ രണ്ടാഴ്ച മുമ്പ് ഷൈനി എന്ന സ്ത്രീയും അവരുടെ 2 മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നിതാ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് നിയമപരമായിട്ട്. പോലീസിന് എന്താണ്, ഒരു പ്രതിയെ കെട്ടണം, അയാളെ കുറേ ദിവസം അകത്തിടണം. ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തി അവരുടെ 2 പെൺകുട്ടികളുമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ, ഏറ്റുമാനൂരിലുള്ള സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു 1 വർഷമായിട്ട്. അവർ ആത്മഹത്യ ചെയ്തപ്പോൾ ഇതിൽ പ്രതി അവരുടെ ഭർത്താവ് മാത്രം. ബാക്കി ആർക്കും, ഈ ഷൈനിയുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാർക്കോ ഒന്നും തന്നെ ഈ ആത്മഹത്യയിൽ ഒരു പ്രേരണ കുറ്റമൊന്നുമില്ല. അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അയാളുടെ വീട്ടിലല്ലായിരുന്നു, അയാളുടെ അടുത്ത് നിന്ന് 1 വർഷമായിട്ട് മാറി താമസിക്കുകയായിരുന്നു, എങ്കിലും അകത്ത് പോകേണ്ടി വന്നു. മകനുണ്ടല്ലോ, അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു, അവൻ്റെ 2 സഹോദരിമാരെ അവന് നഷ്ടപ്പെട്ടു. എന്നിട്ടാണ് അവൻ്റെ അപ്പനെ പിടിച്ച് പോലീസ് അകത്ത് വിട്ടു. ആ ചെറുക്കന് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഉണ്ടായ ആ മാനസിക വ്യഥകൾ, സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?